കേരളത്തിൻ്റെ നാനാഭാഗത്തും വിഭിന്ന ജാതി മതസ്ഥരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു വിനോദ കലയാണ് കോൽക്കളി. കോലടിക്കളി, കമ്പടിക്കളി, കോലുകളി എന്നിങ്ങനെ പ്രാദേശികമായി വിഭിന്ന പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. കോൽക്കളിക്ക് കളരി പാരമ്പര്യവുമായി ഏറെ ബന്ധമുണ്ട്. കളരി അഭ്യാസം ആരംഭിക്കുന്ന കുട്ടികൾ ആദ്യം കോൽക്കളിയിലാണ് ഏർപ്പെടുക. കളരിപ്പയറ്റ് പഠിപ്പിക്കുന്ന കുരുക്കൾ കോൽക്കളിയും പഠിപ്പിക്കും. വടക്കൻ കേരളത്തിൽ ഹിന്ദുക്കളുടെ കോൽക്കളിക്ക് പൂരക്കളിയുമായി ബന്ധം കാണാം. പൂരക്കളിയുടെയും കോൽക്കളിയുടെയും താളങ്ങൾക്ക് ബന്ധമുണ്ട്. ഇത് രണ്ടുമല്ലാതെ നാടൻ കല എന്ന രൂപത്തിലും ഈ കളി അഭ്യസിക്കുന്നവരുമുണ്ട്. കോൽക്കളിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ഹൈന്ദവർക്കിടയിൽ പല പുരാവൃത്തങ്ങളും നിലവിലുണ്ട്. യാദവർ വൃന്ദാവനത്തിൽ അവതരിപ്പിച്ച വിനോദ നൃത്തമാണെന്നും ദ്രോണാചാര്യർ സംവിധാനം ചെയ്തതാണെന്നും ദ്രോണർ കൗരവരെയും പാണ്ഡവരെയും ഈ വിനോദകല പഠിപ്പിച്ചുവെന്നും പലരും വിശ്വസിക്കുന്നു. ഒരു നിലവിളക്കിന് ചുറ്റും കളിക്കാർ ജോഡികളായി നിന്നാണ് കോൽക്കളി കളിക്കുന്നത്. ചിലങ്കയിട്ടതോ അല്ലാത്തതോ ആയ കമ്പുകൾ കളിക്കാർ ഉപയോഗിക്കും. വന്ദനക്കളിയോടെയാണ് കോൽക്കളി ആരംഭിക്കുന്നത്. മലബാറിൽ തന്നെ വടക്കൻ ശൈലിയും തെക്കൻ ശൈലിയും കോൽക്കളിയിൽ നിലവിലുണ്ട്. ഇരുന്നുകളി, വട്ടക്കോൽ, ഒന്നാം കോല് മുതൽ എട്ടാം കോല് വരെ, ചാഞ്ഞുകോല്, കീരിക്കളി, കണ്ണനുണ്ണി, കളവാണി, പരിചകോല്, ചുറ്റിച്ചൊറ, മണങ്ങിപ്പൂട്ടുകോല്, ചിന്ത്, ചുമട് എന്നിങ്ങനെ നിരവധിയായ കളികൾ തെക്കൻ ശൈലിയുടെ ഭാഗമാണ്. വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് തെക്കൻ ശൈലിയിലുള്ള കോൽക്കളിയാണ്. ഇതിനു പുറമെ ചുറ്റിക്കോൽ, തെറ്റിക്കോൽ, തടുത്തുകളി, താളക്കളി, കൊടുത്തോ പോന്നോ കളി, തടുത്തു തെറ്റിക്കോൽ, ചവിട്ടിച്ചുറ്റൽ, ചുറഞ്ഞു ചുറ്റൽ, ഒരു മണിമുത്ത്, ഒളവും പുറവും എന്നിങ്ങനെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പേരുകളിലും കോൽക്കളിയിൽ വ്യത്യസ്തതകളുണ്ട്. കോൽക്കളിയിൽ കളിക്കാർ അകം പുറം എന്നിങ്ങനെ രണ്ട് വിഭാഗമായി തിരിഞ്ഞു നിന്ന് കളി ആരംഭിക്കുമെങ്കിലും പിന്നീട് മാറിയും മറിഞ്ഞും വന്ന് കളി മനോഹരമാക്കി മാറ്റും. ഓരോ കളിക്കും പ്രത്യേക താളവട്ടങ്ങളുണ്ട്. താളത്തിനനുഗുണമായ പാട്ടുകൾ ഗുരുക്കൾ പാടുകയും കളിക്കാർ അതേറ്റുപാടി താളത്തിൽ കോലുകൊട്ടി കാലും കോലും കൈയും മെയ്യും കണ്ണും പാട്ടും ഒത്തിണങ്ങി കളിച്ചാൽ മാത്രമേ കളി മനോഹരമാവുകയുള്ളൂ. ഏതെങ്കിലും ഒന്ന് പിഴച്ചാൽ കളിക്ക് ഭംഗം നേരിടും. കളിയിൽ രാമായണ മഹാഭാരത കഥകൾ, സീതാസ്വയംവരം, മാർക്കാണ്ഡേയ പുരാണം, കുറത്തിപ്പാട്ട്, വേടയുദ്ധം, കൃഷ്ണപ്പാട്ട്, കൃഷ്ണാർജുന വിജയം, തമാശപ്പാട്ടുകൾ എന്നിവ മനോഹരമായി പാടും. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഈ കളി ശിവരാത്രി ദിവസങ്ങളിലൊക്കെ നേരം പുലരും വരെ കളിക്കുന്ന തരത്തിലാണ് പാട്ടും കളികളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ദീർഘമായ കളിയുടെ അല്പഭാഗങ്ങൾ മാത്രമാണ് ഈ വീഡിയോയുടെ ഭാഗമായിട്ടുള്ളത്. പടിയൂർ പഞ്ചായത്തിലെ നെടിയോടി എന്ന ഗ്രാമത്തിലെ അയ്യൻകോവിൽ കോൽക്കളി സംഘത്തെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. തെക്കൻ വലിയ നാരായണൻ നമ്പ്യാരുടെ ശിക്ഷണത്തിൽ രൂപപ്പെട്ട ഈ സംഘം ഇന്ന് മകൻ കെ വിജയന്റെ നേതൃത്വത്തിലും ശിക്ഷണത്തിലുമാണ് കളി അവതരിപ്പിക്കുന്നത്. വിവിധ ജനസമൂഹങ്ങൾക്കിടയിലും കോൽക്കളി നിലവിലുണ്ട്. കുറിച്യർ, കുറുമർ, വയനാടൻ ചെട്ടിയാർ തുടങ്ങിയ ആദിമ ജനവിഭാഗങ്ങൾക്കിടയിലും ഈ വിനോദകല പ്രചുര പ്രചാരത്തിലുണ്ട്. ഓരോ വിഭാഗക്കാരുടെയും കളിയുടെ ചുവടുവെപ്പിലും ശൈലിയിലും മാത്രമല്ല പാട്ടുകളിലും വ്യത്യസ്തത കാണാം. മുകളിൽ സൂചിപ്പിച്ച
പാട്ടുകൾക്ക് പുറമെ കേരളത്തിലെ പയ്യന്നൂർ പെരുമാൾ ക്ഷേത്രം, കരിവള്ളൂർ ക്ഷേത്രം, നീലേശ്വരത്ത് തളിയിൽ ക്ഷേത്രം, കൊട്ടിയൂർ പെരുമാൾ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള പാട്ടുകളും കോൽക്കളിയുടെ ഭാഗമായി പാടുന്നത് കേൾക്കാം. അന്യം നിന്നു പോകാതെ ഈ ജനകീയ കലയെ ഇന്നും ചേർത്ത് പിടിക്കുന്ന നിരവധിയായ കോൽക്കളി സംഘങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. കട്ടേട്ട് പണി ഞാൻ കുറച്ച് നാൾ എടുത്തരാം. ഒന്നിച്ചൊരു ചെറിയൊരു വീഡിയോ ആയി കൊടുക്കാം. ഒരു 3-4
പൈച്ചിട്ട് പിടിച്ച് കൈടാ ഇതെന്റെ കാമടി ഇതാ കാമണിക്കൂറായി പിടിക്കൂലേ നമ്മുടെ കൂടെ തുണക്കണം അടങ്ങി തൂങ്ങിച്ചു വാസിക്കുന്ന കാലത്ത് അടങ്ങി സൂചിച്ചു വാസിക്കുന്ന കാലത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.